സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മല്ലിക യൂനിസ് എഴുതിയ നോവൽ ഇടനാഴിയുടെ അവസാനം, അധ്യായം 33. വെട്ടുവഴി മുറിച്ചു കടന്ന് ചരൽപ്പാത വെറ്റിലപ്പറമ്പിന്റെ സിമന്റിട്ട മുറ്റത്ത് അവസാനിച്ചിരിക്കുന്നു. തൊടിയുടെ ഒരു ഭാഗം മൊത്തം അതിനുവേണ്ടി വെട്ടി താഴ്ത്തിയിരിക്കുന്നത് കണ്ടു. നീണ്ട വരാന്തയ്ക്ക് മുന്നിൽ ഒരു കറുത്ത BMW കാർ. ഓട്ടോയുടെ ശബ്ദം കേട്ടിട്ടാവും ആരോ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഒറ്റ നോട്ടം കൊണ്ട് അയ്യൂബിന് ആളിനെ മനസ്സിലായിട്ടുണ്ടാവും. ഓടി ഇറങ്ങി വരുന്നതറിഞ്ഞു. താൻ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ അവൻ ഉയരം വെച്ചിരിക്കുന്നു. വിസ്മയം വഴിഞ്ഞൊഴുകുന്ന കണ്ണുകളോടെയാണ് വരവ്. ടീച്ചറെ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അരികിൽ വന്ന് തോളത്തുകൂടി കൈയിട്ട് ചേർത്ത് പിടിക്കുമ്പോൾ അയ്യൂബ് പഴയ ആ കൊച്ചു പയ്യനായി. മിഴികൾ ഈറനാവുകയാണ്. ഒരു മാറ്റവുമില്ല ടീച്ചറിന്. ആ മുഖത്ത് അപ്പോഴും അതിശയം. അയ്യൂബ് ആളാകെ മാറിയിട്ടുണ്ട്. പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. വിടർന്ന ചിരിയായിരുന്നു മറുപടി. ഒരുപാട് ചേഞ്ച് ഉണ്ട് ടീച്ചർ. മാരേജ് കഴിഞ്ഞിരിക്കുന്നു. അറിയിക്കാൻ കഴിഞ്ഞില്ല. അതിനാദ്യം ക്ഷമ ചോദിക്കുകയാണ്. കുറ്റബോധത്തിന്റെ നിഴൽ വീണ സ്വരം. സാരയില്ല, നന്നായിരുന്നാൽ മതി. അകലെയായിരുന്നിട്ടും ടീച്ചറ് അതിനു വേണ്ടി തന്നെയാണ് പ്രാർത്ഥിച്ചിരുന്നത്. തന്റെ ശബ്ദത്തിൽ വിതുമ്പലുകൾ കടന്നുകൂടി. അയ്യൂബ് അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. ഞൊടിയിടയിൽ ആ മുഖത്തെ പ്രസന്നത മാഞ്ഞു. പുത്തരിയിൽ കല്ല് കടിച്ച പ്രതീതി. എവിടെ അയ്യൂബ്, നിന്റെ ബീവി? ചോർന്നു പോയ ആ പ്രസന്നത മടക്കി കൊണ്ടുവരാൻ ശ്രമിച്ചു. അകത്തുണ്ടു ടീച്ചറെ, വരീൻ. അപ്പോഴും അവൻ കൈവിട്ടിരുന്നില്ല. പ്രതീക്ഷയോടെ തിരയുകയായിരുന്നു. അപ്പോഴും എവിടെയാണ് തനിക്ക് കാണേണ്ട ആൾ? നെഞ്ചിടിപ്പ് ക്രമാതീതമായി ഉയരുന്നതറിഞ്ഞു. പൂമുഖം കടക്കുമ്പോഴും കാണാൻ പോകുന്ന രംഗം മുന്നിൽ തെളിയുന്നു. അകലങ്ങളിൽ എവിടെയോ ഒരിരുട്ട് മുറിയിൽ മനസ്സിന്റെ താളം തെറ്റിപ്പോയ തന്റെ പൂജാ വിഗ്രഹം. ഈ വന്നിരിക്കുന്നത് ആരാണെന്നറിയോ? അയ്യൂബിന്റെ ചോദ്യത്തിനു മുന്നിൽ തളത്തിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നവർ ഒരു നിമിഷം നിശ്ചലരായി. കോയാക്ക, കൽമേയി, പിന്നെ ചുരിദാറിന്റെ ഷാൾ തലവഴിയിട്ട വെളുത്തു മെലിഞ്ഞ ഒരു പെൺകുട്ടി. ടീച്ചറോ? അള്ള, നമ്മൾ എന്തായി കാണണേ? കോയാക്കയാണ് ആദ്യം മൗനം ഭഞ്ജിച്ചത്. കൽമേയി ഓടി അടുത്തു വന്ന് കൈകൾ കവർന്നെടുത്തു. ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ. ആ കണ്ണുകൾ സജലങ്ങളായി. ഫൗസിയ, ആരാന്ന് മനസ്സിലായോ നിനക്ക്? അയ്യൂബിന്റെ ചോദ്യം കേട്ട് ആ കുട്ടി തലകുലുക്കി. അരികിലേക്ക് വരുന്നതിനിടയിൽ ആദ്യമായി ആ സ്വരം കേട്ടു. മായ ടീച്ചർ. എപ്പോഴും പറയാറുണ്ട്, ടീച്ചർ ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും 10ാം ക്ലാസ്സിന്റെ പടി കടക്കില്ലായിരുന്നുവെന്ന്. നല്ല മുഖശ്രീയുള്ള പെൺകുട്ടി. അയ്യൂബുമായി നല്ല ചേർച്ചയുണ്ട്. എപ്പോഴായാലും നിക്കാഹ് കഴിക്കണമെന്ന് നിശ്ചയിച്ചിരുന്നതാണ് ടീച്ചർ. ഒന്നും നേരെ ചൊവ്വയല്ല നടന്നത്. അത് കാരണമാ ഒരു കത്ത് പോലും ഇടാൻ കഴിയാതെ പോയത്. അയ്യൂബ് പിന്നെയും പറഞ്ഞു. തനിക്ക് എഴുതാതിരുന്നതിന്റെ കുറ്റബോധം അവനെ വല്ലാതെ പിടികൂടിയിട്ടുണ്ടെന്ന് തോന്നി. ഞാൻ അതൊന്നും കാര്യമാക്കിയിട്ടില്ല അയ്യൂബ്. എല്ലാവരെയും വീണ്ടും ഒന്ന് കാണണമെന്ന് ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നു. അങ്ങനെ പോന്നതാണ്. പറയുന്നതിനിടയിൽ ഗോവണിപ്പടിയിലൂടെ ആരോ ഇറങ്ങി വരുന്നതറിഞ്ഞു. ഹൃദയം പടഹധ്വനി മുഴക്കിയ നിമിഷം. കണ്ണുകൾ പാഞ്ഞു ചെന്നത് കുഞ്ഞു മൂസയുടെ മുഖത്താണ്. തന്നെ കണ്ട് നിന്നുപോയിരുന്നു അയാൾ. ഹസനിക്കയുടെ കാവൽക്കാരൻ. കുഞ്ഞു മൂസയ്ക്ക് ഓർമ്മയുണ്ടോ ഈ ആളിനെ? കോയാക്കയുടെ ചോദ്യം കേട്ട് അയാൾ ചിരിച്ചു. പിന്നില്ലേ, മായ ടീച്ചർ. ആ മുഖം മനസ്സിൽ എരിഞ്ഞുകൊണ്ടിരുന്ന നേരിപ്പോടനെ ആളി കത്തിച്ചു. അതുവരെയുണ്ടായിരുന്ന ഉന്മേഷമൊക്കെ വീണ്ടും കെട്ടടങ്ങി. ടീച്ചറിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഇല്ലേ കുട്ടികള്? കോയാക്കന്റെ അന്വേഷണം കാതുകളെ കുത്തി നോവിക്കുന്നു. എല്ലാ കണ്ണുകളും തന്നിലാണ്. കല്യാണമൊക്കെ വേണ്ടെന്ന് വെച്ചു. എങ്ങനെയാണ് പറഞ്ഞൊപ്പിച്ചതെന്ന് അറിയില്ല. അതെന്താ ടീച്ചറെ? കൽമേയി തിരക്കി. പ്രാരാബ്ദമൊക്കെ ഒഴിഞ്ഞിട്ട് മതിയെന്ന് കരുതി. ഇത്ര നാളും നീട്ടി ഇനിയൊട്ട് വേണമെന്നുമില്ല. നിശബ്ദത ഞെട്ടറ്റ് വീണ നിമിഷങ്ങൾ. തന്റെ ഉള്ള പിടയ്ക്കുന്നത് ഇവരാരും അറിയുന്നില്ലല്ലോ ഈശ്വര. ആ മുഖം ഒരു നോക്ക് കാണാൻ വേണ്ടി മനസ്സ് ഉഴറുകയാണ്. അനിയത്തിമാരൊക്കെ? അയ്യൂബിന്റെ ഊഴം. ഒരാളുടെ കഴിഞ്ഞിരിക്കുന്നു. 2 കുട്ടികളുണ്ട്. അതിനിളയത് പഠിപ്പ് കഴിഞ്ഞ് നിൽക്കുകയാണ്. ശ്യാം? അയ്യൂബ് പിന്നെയും ചോദിക്കുന്നു. എഞ്ചിനീയറിങ്ങിന് ലാസ്റ്റ് സെമസ്റ്ററാണ്. പിന്നീട് ആർക്കും ചോദ്യങ്ങൾ ഉണ്ടായില്ല. കൽമേയി എപ്പോഴോ അടുക്കളയിലേക്ക് പോയിരിക്കുന്നതറിഞ്ഞു. ടീച്ചർ ഇരിക്കെ,
നമ്മക്കൊന്ന് അങ്ങാടി വരെ പോകണം. കോയാക്കയും എഴുന്നേറ്റു. തോളിൽ കിടന്നിരുന്ന തോർത്തെടുത്ത് കുടയുന്നതിനിടയിൽ ചോദ്യമുണ്ടായി. 2 ദിവസം കഴിഞ്ഞല്ലേ മടക്കമുള്ളൂ? ഇല്ല കോയാക്ക, എനിക്ക് ഇന്ന് തന്നെ മടങ്ങണം. ഒരു സമ്മേളനത്തിന് വന്നതാണിവിടെ. ഞങ്ങളുടെ നാട്ടീന്ന് ഒരു ബസ് നിറയെ ആൾക്കാരുണ്ട്. ചുമ്മാതല്ല, അങ്ങാടിയില് പാട്ടും പ്രസംഗവും ഒക്കെ. നമ്മൾ ഇന്നലെ കണ്ടേക്കണ്. എന്തായാലും ടീച്ചറ് ഊണ് കഴിഞ്ഞ് പോയാ മതി. കാലത്തിന് കോയാക്കയിൽ ഒരു മാറ്റവും വരുത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഓർത്തു. ഞങ്ങൾ ഇവിടെ ഉണ്ടായത് ഭാഗ്യം. ഇല്ലെങ്കിൽ ടീച്ചറിനെ കാണാൻ പറ്റില്ലായിരുന്നു. അയ്യൂബിന്റെ വാക്കുകൾ. അവൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വ്യക്തമായില്ല. ഇന്നലെ ഹസനിക്കയുടെ ഡെത്ത് ആനിവേഴ്സറി ആയിരുന്നു. അതിന് പങ്കെടുക്കാൻ വന്നതാണ്. അപ്പോ നിങ്ങൾ ഇവിടെ ആയിരുന്നില്ലേ? ഇല്ല, ഞാൻ PG ചെയ്യുകയാണ് സൈക്യാട്രിയിൽ. ഇവൾ അവളുടെ ഉപ്പാന്റെ ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുന്നു. കോഴിക്കോട് ഒരു വീട് വാങ്ങി അവിടാണ് താമസം. 2 ആഴ്ച കൂടുമ്പോൾ വന്നു പോകും. ഒരു പിടിവള്ളി വീണ് കിട്ടുകയായിരുന്നു. അപ്പോൾ അയ്യൂബിന്റെ കൊച്ചിക്കായും കൽമയുമേ ഉള്ളൂ ഇവിടെ? വീർപ്പടക്കി പിടിച്ചുകൊണ്ടാണ് ചോദിച്ചത്. ഉവ്. എന്നിട്ട് കൊച്ചിക്കായ എന്തേ? മുകളിലുണ്ട്. താഴേക്കൊന്നും ഇറങ്ങി വരാറില്ല. ടീച്ചർ വന്നോളൂ. വളരെ പെട്ടെന്നാണ് ആ സ്വരത്തിന്റെ ഈണം മാറിയതെന്ന് തോന്നി. ടീച്ചറിന് ചായ എടുക്കുന്നുണ്ട്, അത് കഴിച്ചിട്ട് പോകാം, ഫൗസിയ പറഞ്ഞു. എനിക്കിപ്പോഴൊന്നും വേണ്ട, കുറച്ച് കഴിഞ്ഞു മതി. മനസ്സിന്റെ ധൃതി വാക്കുകളിൽ പ്രകടമായി. മുകളിലേക്ക് കൊണ്ടുവന്നേക്ക്. അയ്യൂബ് പടികൾ കയറി തുടങ്ങിയിരുന്നു. പിന്തുടരുമ്പോൾ ഹൃദയം ദ്രുതഗതിയിൽ മിടിക്കുന്നതോർത്തു. ഒരു കൂട്ടം ചോദ്യങ്ങൾ ഉള്ളിൽ ഇരമ്പി നിൽക്കുന്നുണ്ട്. പക്ഷേ ഒന്നിനു പോലും നാവിൻ തുമ്പിൽ നിന്ന് മോചനമാകുന്നില്ല. അല്പം മുമ്പ് കേട്ട വാക്കുകൾ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ താൻ കുഞ്ഞലവിയിൽ നിന്ന് അറിഞ്ഞതൊക്കെ സത്യം തന്നെയാവുമോ? മുന്നിൽ തുറന്നു കിടന്നിരുന്ന വാതിലിലൂടെ അയ്യൂബ് അകത്ത് ചെല്ലുന്നത് ഒരു സ്വപ്നത്തിൽ എന്നോണം കണ്ടു. തന്റെ കാലുകൾ നിശ്ചലമാണ്. ആശങ്കയും ഉദ്യോഗവും ഹൃദയമിടിപ്പിന്റെ താളം തെറ്റിച്ചിരിക്കുന്നു. ഈ വന്നിരിക്കുന്നത് ആരാണെന്ന് നോക്കിയേ ഇക്കാക്ക. തിരിഞ്ഞ് അയ്യൂബ് തന്നെ അകത്തേക്ക് ക്ഷണിച്ചു. വന്നോളൂ. സാവധാനമാണ് കാലുകൾ എടുത്തു വെച്ചത്. തൊട്ടു മുന്നിൽ ചാരി കസേരയിൽ കിടന്നിരുന്ന ആളിന്റെ മുഖത്ത് നോട്ടമുടക്കി. പഴയ ആ രൂപമായിരുന്നില്ല അത്. പ്രകാശം മങ്ങിയ ആ കണ്ണുകൾ നിമിഷങ്ങളോളം തന്നിൽ തറഞ്ഞു നിന്നു. തളർന്നിറങ്ങിയ താടിരോമങ്ങൾക്കിടയിൽ മുഖത്തെ ഭാവഭേദം വേർതിരിച്ചെടുക്കാനാവുന്നില്ല. ഇക്കാക്ക ടീച്ചറിനെ മറന്നോ? അയ്യൂബിന്റെ ചോദ്യം ആൾ കേട്ടിട്ടില്ലെന്ന് തോന്നി. അപ്പോഴും ആ നോട്ടം തന്നിലാണ്. ആ മിഴികളിൽ എവിടെയെങ്കിലും പ്രകാശത്തിന്റെ ഒരു രേണുവെങ്കിലും. ഹൃദയം വലിഞ്ഞു മുറുകി പൊട്ടിപ്പോയേക്കുമെന്ന് അനുനിമിഷം ഭയന്നു. നോക്കി നിൽക്കാതെ മടിയിലിരുന്ന പത്രം മാറ്റിവെച്ച് ആൾ എഴുന്നേൽക്കുന്നത് കണ്ടു. നമ്മുടെ മായ ടീച്ചർ ഇവിടെ അങ്ങാടിയിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിന് വന്നതാണ്. അയ്യൂബ് പറഞ്ഞതൊന്നും ആൾ ശ്രദ്ധിച്ചിട്ടില്ല. നോട്ടം തന്റെ മുഖത്ത് നിന്നും അപ്പോഴും മാറ്റിയിട്ടില്ല. വേർതിരിച്ചറിയാനാവാത്ത എന്തോ ഒന്ന് ആ ഭാവത്തിലുണ്ട്. ഉയർന്ന തോളലും അതിന് താഴേക്ക് അയിഞ്ഞു തൂങ്ങുന്ന ഷർട്ടും മെല്ലിച്ച കൈവിരലുകളും. വിശ്വസിക്കാനാകുന്നില്ല. മുന്നിലുള്ളത് പഴയ അബുവിന്റെ ചേതന മരവിച്ച രൂപമാണെന്ന് തോന്നി. തന്നിൽ ശേഷിച്ചിരുന്ന കരുത്തിന്റെ അവസാന കണികയും ചോർന്നു പോകുകയാണെന്നറിഞ്ഞു. ഉള്ളിൽ ഇരമ്പി ഉയരുന്ന തിരമാലകൾ. നിയന്ത്രണം കൈവിടുന്നു. വർഷങ്ങളായി അടക്കി പിടിച്ചിരുന്നതൊക്കെ ഏതോ നിമിഷത്തിൽ പുറത്തേക്ക് തെറിച്ചു. തൊട്ടടുത്ത് കണ്ട കതകുപാളിയിൽ മുഖം അമർത്തിയാണ് പൊട്ടിക്കരഞ്ഞത്. മൂന്നാമതൊരാൾ അടുത്ത് നിൽപ്പുണ്ടെന്നും അയ്യൂബ് പഴയ കൊച്ചുകുട്ടിയല്ലെന്നുമുള്ള യാഥാർത്ഥ്യമൊക്കെ ഞൊടിയിടകൊണ്ട് മറന്നു. എന്താ ടീച്ചറെ, എന്താ ഇത്? അവന്റെ സ്വരത്തിന് അതുവരെ ഇല്ലാതിരുന്ന ഒരു ഈണം. സ്വയം നിയന്ത്രിക്കാൻ കഴിവതും നോക്കി. കഴിയുന്നില്ല. മനസ്സിന്റെ ഭിത്തിയിൽ ജീവശ്ചമം പോലെ മുന്നിൽ നിന്നിരുന്ന മനുഷ്യക്കോലത്തിന്റെ പഴയ മുഖമാണ്. ഓജസ്സും ചൈതന്യവും സദാ പ്രതിഫലിച്ചിരുന്ന ആ രൂപം തൂത്തെറിയാനാവുന്നില്ല. ഓർക്കും തോറും സങ്കടം അണപൊട്ടി ഒഴുകി. ഈശ്വരാ, ഇത്രയ്ക്കും ഒരു മാറ്റം! ടീച്ചറെ, കരയാതിരിക്കിൻ. വീണ്ടും അയ്യൂബിന്റെ മന്ത്രണം കാതിനരികിൽ. സ്വയം നിയന്ത്രിക്കാൻ പണിപ്പെട്ടു. കരച്ചിൽ അടക്കി പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സാരി തലപ്പെടുത്ത് മുഖം അമർത്തി തുടച്ചു. എന്നിട്ടും ഉള്ളിൽ നിന്നുയരുന്ന തേങ്ങലുകൾ അടങ്ങുന്നില്ല. ടീച്ചർ ഇവിടെ ഇരിക്കെ. മേശയ്ക്കരികിലേക്ക് കസേര വലിച്ചിട്ട് അയ്യൂബ് കൈത്തണ്ടയിൽ പിടിച്ചു നടത്തി. യാന്ത്രികമായി കാലുകൾ ചലിച്ചു. ഇക്കാക്കയും ഇരുന്നോളൂ.
അതുവരെ നിശ്ചലം നിന്നിരുന്ന ആളിനെ അയ്യൂബ് കിടക്കയിൽ പിടിച്ചിരുത്തി. ഒരു കൊച്ചു കുഞ്ഞിനോടെന്ന പോലെയായിരുന്നു അയ്യൂബിന്റെ സമീപനം. അത് നോക്കിയിരിക്കെ ധാരമുറിയാതെ മിഴിനീർ ഇറ്റു വീണുകൊണ്ടിരുന്നു. പിന്നെയും കരയുവാണോ? ടീച്ചർ വിചാരിക്കും പോലെ ഒന്നുമില്ല ഇക്കാക്കായ്ക്ക്. അയ്യൂബിന്റെ സാന്ത്വനം ഉള്ളിലെ അഗ്നിയെ കെടുത്തിയില്ല. പിന്നെന്താ അയ്യൂബ് ഇങ്ങനെയൊക്കെ? വിതുമ്പലുകൾക്കിടയിൽ നിന്ന് ചോദ്യം അടർന്നു വീണു. ചോദിക്കിൻ ഇക്കാക്കയോട് തന്നെ. ഞാൻ മടുത്തിരിക്കുന്നു. പറയുന്നതിനിടയിൽ അയ്യൂബിന്റെ നോട്ടം ഇരുവരിലും മാറി മാറി വീണുകൊണ്ടിരുന്നു. എക്സ്റേ രശ്മികൾ പോലെ ആ നോട്ടത്തിന്റെ മുന ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അവനെ അഭിമുഖീകരിക്കാനാവുന്നില്ല. കിടക്കയിൽ നിശ്ചലം ഇരുന്നിരുന്ന ആളിന്റെ മുഖത്തേക്കും നോക്കാനാകുന്നില്ല. വീണ്ടും കരഞ്ഞു പോകുമോ എന്ന ഭയവും ഉള്ളിലുണ്ട്. ഇതൊരു തരം ആത്മപീഡനമാണ്. രോഗമാണെങ്കിൽ ചികിത്സിച്ച് മാറ്റാമായിരുന്നു. ഞാൻ എൻ്റെ പ്രൊഫസറെ വരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ്. അദ്ദേഹം പറഞ്ഞതെന്താണെന്നറിയാമോ? ഉറക്കം നടിക്കുന്നവരെ വിളിച്ചുണർത്താൻ പ്രയാസമാണെന്ന്. ഇക്കാക്ക നടിക്കുകയാണ്, ഉറക്കമല്ല, ഭ്രാന്ത്. ഒതുക്കി വച്ചിരുന്ന രോഷമൊക്കെ അയ്യൂബിന്റെ സ്വരത്തിലുണ്ടായിരുന്നു. അയ്യൂബ് ഒരു താക്കീതെന്നവണ്ണം വിളിച്ചുപോയി. പിന്നെന്താ ഞാൻ പറയേണ്ടതെന്ന് ടീച്ചർ തന്നെ പറഞ്ഞതാ. ആ വാക്കുകളിൽ സങ്കടം മുട്ടിയുഴലുന്നുണ്ടെന്നറിഞ്ഞു. അയ്യൂബിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നു. വെറുതെയാണെങ്കിൽ പോലും ആ വാക്കുച്ചരിക്കരുത് അയ്യൂബ്. കഴിഞ്ഞ 7 വർഷമായി ഞാൻ ഇന്നും പ്രാർത്ഥിച്ചിരുന്നത് എന്തായിരുന്നുവെന്ന് നിനക്കറിയോ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും ഉണ്ടാവരുതെന്ന്. പറഞ്ഞു വന്നപ്പോഴേക്കും തൊണ്ടയിടറി. എനിക്കറിയാം, മറ്റുള്ളവരുടെ സങ്കടം ഇക്കാക്കയ്ക്ക് ഒരു പ്രശ്നമല്ല. സ്വയം ഒരു തടവറ പണിത് അതിനുള്ളിൽ തപസ്സിരിക്കുക. ആദ്യമൊക്കെ ആഹാരം കഴിക്കാനെങ്കിലും താഴേക്കിറങ്ങി വരുമായിരുന്നു. ഉമ്മ മരിച്ചതിൽ പിന്നെ അതും ഇല്ലാണ്ടായി. ആത്മരോക്ഷം കത്തിക്കാളുകയായിരുന്നു അയ്യൂബിൽ. എല്ലാം കേട്ടിട്ടും നിർമ്മമനായി ഇരിക്കുകയായിരുന്നു ആൾ. തന്നെക്കുറിച്ചല്ല പറയുന്നതെന്ന മട്ട്. പുറത്തുള്ളവർ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നതെന്ന് ടീച്ചറിനറിയോ? കൂടുതലായി എന്തൊക്കെയോ പറയാനായി അവൻ ഒരുങ്ങിയതാണ്. ഫൗസിയ കടന്നു വന്നതുകൊണ്ട് അയ്യൂബ് വാക്കുകൾ വിഴുങ്ങി. കരഞ്ഞ മുഖവുമായി ആ കുട്ടിയെ അഭിമുഖീകരിക്കാൻ വല്ലാത്ത മടി തോന്നുന്നു. തനിക്കരികിൽ വന്ന് ട്രേയിൽ നിന്നും പ്ലേറ്റും ചായ ഗ്ലാസും എടുത്തു വെക്കുമ്പോൾ സ്വന്തം കൈവിരലുകൾ നോക്കിയിരിക്കുകയായിരുന്നു താൻ. ഫൗസിയ വന്നോളൂ, പുറപ്പെടാൻ തയ്യാറാവേണ്ടേ? അയ്യൂബ് മുറിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ധൃതി കൂട്ടി. ടീച്ചർ ഇക്കാക്കയോട് സംസാരിക്ക്. ഇടയ്ക്ക് ഇത് കഴിക്കാൻ മറക്കണ്ട. അവൻ പറയാതിരുന്നില്ല. ഉള്ളിൽ ജാള്യമുണ്ടായിരുന്നു. ഇപ്പോഴും അയ്യൂബ് തനിക്ക് ആ പഴയ കുട്ടിയാണെങ്കിലും അവന്റെ മുന്നിൽ മനസ്സ് അനാവൃതമാക്കപ്പെട്ടതിന്റെ ജാള്യം. എന്തൊക്കെയോ അയ്യൂബ് ഊഹിച്ചിട്ടുണ്ട്. ആ മുഖഭാവം അത് വിളിച്ചോതുന്നു. മുറിയിൽ ഇരുവരും തനിച്ചായിരുന്നിട്ടും വീർപ്പുമുട്ടലിന് ഒരയവും ഉണ്ടായില്ല. കയ്യിൽ നിറഞ്ഞ ചായ ഗ്ലാസുമായി ഒരേ ഇരിപ്പിരിക്കുകയാണ് ആൾ. നോട്ടം മറ്റെങ്ങോ തറഞ്ഞു നിൽക്കുന്നു. ഈ മുറിയിൽ താൻ രണ്ടാമത്തെ തവണയാണ് കടന്നു വന്നിരിക്കുന്നതെന്നോർത്തു. വർഷങ്ങൾക്ക് മുൻപുള്ള ആ രാവ് മനസ്സിൽ പിടിച്ചു നിൽക്കുകയാണ്. ഓർമ്മയിൽ പുനർജനിക്കുന്ന ആ പഴയ രംഗം. അന്ന് തന്നെ ചുറ്റിവരിഞ്ഞ് നെഞ്ചിൽ മുഖമണച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തേങ്ങിക്കരഞ്ഞ ആളാണ് മുന്നിലുള്ളതെന്ന് ഇപ്പോഴും വിശ്വസിക്കാനാകുന്നില്ല. ഓർക്കും തോറും സങ്കടം അണപൊട്ടുകയാണ്. അധ്യായം 34. മുറിയിൽ നിശബ്ദത അപ്പോഴും ഇറങ്ങലിച്ചു നിൽക്കുന്നു. എന്തെങ്കിലും ചോദിക്കുമെന്ന് കരുതി നിമിഷങ്ങളോളം കാത്തു. ഒന്നും ഉണ്ടായില്ല. ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് പതിയെ അരികിൽ ചെന്ന് നിന്നു. ഇപ്പോൾ തൻ്റെ മുഖത്തേക്കാണ് കണ്ണുകൾ. അവയിൽ പ്രത്യക്ഷമായ തിളക്കം തന്നിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. നറും നിലാവിന്റെ ചാരുതയേറ്റു വാങ്ങിയ പ്രതീതി. മായയെ മറന്നിട്ടൊന്നും ഉണ്ടാവില്ല അല്ലേ? മുൻകൂട്ടി കരുതി വെച്ച ചോദ്യമൊന്നുമായിരുന്നില്ല അത്. പ്രതികരണം സാവധാനമാണ് ഉണ്ടായത്. വരണ്ട ഒരു പുഞ്ചിരി ആ ചുണ്ടുകളിൽ വിരിയുന്നത് ഒട്ടൊരു ഉൾക്കുളിരോടെ അറിഞ്ഞു. ഇത്രയും ദൂരവും താണ്ടി ഞാൻ വന്നത് ഇങ്ങനെയൊരവസ്ഥ കാണാൻ വേണ്ടിയിട്ടല്ല. എന്തേ ഇങ്ങനെയൊക്കെ? ഗദ്ഗതം വാക്കുകളെ വികലമാക്കാതിരിക്കാൻ കഴിയുന്നതും ശ്രമിച്ചു. പ്രത്യാശിക്കാനൊന്നുമില്ലാത്ത ഒരാൾ പിന്നെ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? വളരെ സാവധാനത്തിലായിരുന്നു ആ മറുചോദ്യം. ആ സ്വരത്തിൽ അടങ്ങിയിരുന്ന തീക്ഷ്ണത ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി. എല്ലാറ്റിനുമുള്ള ഒരു മറുപടിയായിരുന്നു അതെന്ന് തോന്നി. പ്രതികരിക്കാനാവുന്നില്ല. വാക്കുകൾക്ക് വേണ്ടി പരതുകയായിരുന്നു. എന്താണ് പറയേണ്ടതെന്ന് അറിയാൻ വയ്യാതെ ഉള്ളം വീർപ്പുമുട്ടുന്നു.
തൻ്റെ മനസ്സ് പതറുകയാണെന്നറിഞ്ഞു. എന്തു പറഞ്ഞാണ് തൽക്കാലം രക്ഷ നേടേണ്ടത്? പ്രത്യാശിക്കാൻ ഇനിയും ബാക്കിയുണ്ടെന്ന് പറയാനോ? അതോ യുവത്വത്തിൻ്റെ നല്ല നാളുകൾ പിന്നിട്ട ഈ വൈകിയ വേളയിൽ പ്രത്യേകിച്ചൊരു ഉത്തരം കണ്ടുപിടിക്കാനാവുന്നില്ല. ഉയർന്ന കട്ടിൽപ്പടിയിലെ കുമിളകളിലൊന്നിൽ തെറിപ്പിടിച്ച് നിൽക്കുമ്പോൾ ജീവിതത്തിൻ്റെ ദുർനയതയെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. സൗഭാഗ്യങ്ങളുടെ നടുവിലാണ് ഈയൊരാൾ. എന്നിട്ടും സ്വയം വാൽമീകം ചമച്ച് അതിനുള്ളിലിരുന്ന് സ്വന്തം ദുഃഖങ്ങളോട് സംവദിക്കുന്നു. ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒഴിഞ്ഞു പോയിട്ടില്ലെങ്കിലും തൻ്റെ അവസ്ഥയും ഭിന്നമല്ലെന്ന് ഓർത്തു. നഷ്ടബോധത്തിൻ്റെ പിടിയിലമർന്ന് ഞെരിഞ്ഞമരുകയായിരുന്നു ഇതുവരെ മനസ്സ്. കൺമുന്നിലുള്ള ഈ മുഖം കാണുന്തോറും ഉള്ളിലെ ഉമിത്തി ആളിക്കത്തുകയാണ്. സുഖമാണോ മായ? ചോദ്യം അന്തരീക്ഷത്തിലൂടെ ഇഴഞ്ഞു വന്നു. ആ സ്വരത്തിലെ ആർദ്രതയിൽ ചുണ്ടുകൾ വിതുമ്പി. എന്തിനാ അറിയുന്നത്? ഒരു മറുപടി എഴുതാതിരിക്കാൻ തക്കവണ്ണം ഹൃദയശൂന്യത കാണിച്ചിട്ട്. അത്രയ്ക്കും മേൽ എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? നിമിഷങ്ങൾ അനവധിയെടുത്തു മറുപടി ലഭിക്കുവാൻ. നന്മ മാത്രം ആഗ്രഹിച്ച് ഒരു കെട്ടുപാടും മായയുടെ മേൽ ഉണ്ടാവരുതെന്ന് കരുതി. മനസ്സിലാവുന്നു, നാട്ടിൽ ചെന്ന് ഒരു കല്യാണമൊക്കെ കഴിച്ച് മായ അങ്ങ് സുഖമായി കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഉവ്, മായയ്ക്ക് പരിപൂർണ സുഖമാണിപ്പോൾ. കുടുംബവും കുട്ടികളും ഒക്കെയായി. ഇങ്ങനെയൊക്കെയാണല്ലോ ഈശ്വര ഈ മായയെക്കുറിച്ച് കരുതിയിരുന്നത്. തികഞ്ഞ മൗനമായിരുന്നു പിന്നീട്. ഇരു കൈകളും പരസ്പരം കോർത്തു പിടിച്ച് നിലത്തേക്ക് നോട്ടമെറിഞ്ഞിരിക്കുകയായിരുന്നു ആൾ. ആ ഇരിപ്പ് കാണുന്തോറും ഹൃദയം വിങ്ങി. ചുറ്റുപാടുകളെ വിസ്മരിച്ച് തന്നെ തന്നെ മറന്ന് അടുത്തു ചെല്ലാൻ കാലുകൾ ധരിച്ചു. പക്ഷേ വയ്യല്ലോ. മായയുടെ കാലുകളിൽ ഇപ്പോഴും കനത്ത ചങ്ങലക്കണ്ണികളാണ്. സുമയുടെയും ശ്യാമിൻ്റെയും മുഖങ്ങളാണ് മനോമുകുരത്തിൽ. അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊരാൾ സ്ഥാനം പിടിച്ചിട്ടുണ്ടെന്ന്. മായയ്ക്ക് എപ്പോഴാണ് മടങ്ങേണ്ടത്? ഓർക്കാപ്പുറത്തായിരുന്നു ചോദ്യം. ഇന്ന് തന്നെ, മിക്കവാറും സന്ധ്യയ്ക്ക് മുമ്പ്. തൻ്റെ സ്വരം ചിലമ്പിച്ചിരുന്നു. നിശബ്ദത ഇരുവർക്കും മധ്യേ നിമിഷങ്ങളോളം തളം കെട്ടി നിന്നു. വല്ലപ്പോഴും വരിക ഇതുപോലെ. തെല്ലിട നിർത്തിയായിരുന്നു അടുത്ത വാചകങ്ങൾ. ജീവിച്ചിരിക്കുകയാണെന്ന് എനിക്ക് സ്വയം ബോധ്യമായത് ഇപ്പോഴാണ്. മായയെ കണ്ടു കഴിഞ്ഞപ്പോൾ വാക്കുകൾക്ക് വായ്ത്തലയേക്കാൾ മൂർച്ചയുണ്ടെന്ന് തോന്നി. എന്താണ് പറയേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ. തൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ച് പറയണോ? അതോ ഒരിക്കലും അവസാനിക്കാത്ത കടമകളെ പറ്റിയാണോ വിശദീകരിക്കേണ്ടത്? ഒന്നിനുമാവാതെ മനസ്സാകെ കുഴഞ്ഞു നിൽക്കുമ്പോൾ ഗോവണിപ്പടികൾ കരയുന്ന ശബ്ദം കാതുകളിൽ വീണു. ആരോ വരുന്നുണ്ട്. കനത്ത കാലടി ശബ്ദം മുറിക്ക് നേരെയാണ്. മുഖഭാവം ശരിയാക്കാൻ വ്യഥാ ശ്രമിച്ചു. കുഞ്ഞു മൂസയായിരുന്നു. അയ്യൂബ് എന്തിയേ? താഴേക്ക് വന്നിട്ടില്ലേ? താനാണ് ചോദിച്ചത്. ഇല്ല, അവൻ്റെ അറയിലുണ്ടാവും. അബു പറയുന്നത് കേട്ടു. കുന്നത്തെ ഖദീജുവിൻ്റെ കുട്ടിക്ക് പള്ളേൽ കുത്തായിട്ട് കൊണ്ടുവന്നേക്കുന്നു അയ്യൂബിനെ കാട്ടാൻ. ആരോടെന്നില്ലാതെ പറയുന്നതിനിടയിൽ അയാൾ തിരിഞ്ഞു നടന്നു. ഇടയ്ക്ക് എന്തോ ഓർത്ത മട്ടിൽ തൻ്റെ നേർക്ക് നിന്നു. ചേക്കുട്ടി ടീച്ചറിനെ അന്വേഷിക്കുന്നുണ്ട്. ഓൻ അങ്ങാടിയിൽ വെച്ച് കോയാക്ക പറഞ്ഞറിഞ്ഞ് ഓടി വന്നതാണ്. കാലടികൾ അകന്നു പോയപ്പോഴും മുറിയിൽ നിശബ്ദത. ഞാൻ ചെല്ലട്ടെ? ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാതെ ഇറങ്ങി വരില്ലേ താഴത്തേക്ക്? മായ ചെന്നോളൂ. തികച്ചും സാധാരണ മട്ടിലായിരുന്നു ആൾ. ഈ മുറി വിട്ട് ഇറങ്ങില്ലെന്ന് നിർബന്ധമാണോ? അങ്ങനെയൊന്നുമില്ല, വരാം ഞാൻ. ഉറപ്പ്? മറുപടി ഒരു മന്ദഹാസമായിരുന്നു. എനിക്ക് ആ പഴയ ആളായി കാണാനാണിഷ്ടം. വീട്ടുകാരണവരായി എല്ലാം നോക്കി നടത്തുന്ന ആ പഴയ അബു ആയിക്കൂടെ? മനസ്സിൻ്റെ ആഗ്രഹം വാക്കുകളിലൂടെ പുറത്തു വന്നു. എന്തിന്? ആർക്കു വേണ്ടി? തിരിച്ചുള്ള ആ ചോദ്യത്തിന് പെട്ടെന്ന് പ്രതികരിക്കാനായില്ല. നിശബ്ദം നിന്നുപോയി. ഒരാശയെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അയ്യൂബിനെ കുറിച്ച്. അത് നേടിക്കഴിഞ്ഞു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഒരു ജീവിതമുണ്ടായി അവന്. ഇനി ഞാൻ ആർക്കു വേണ്ടി ആ പഴയ അബു ആകണം? മായയ്ക്ക് വേണ്ടിയെങ്കിലും എന്ന് പറയാൻ പലവരും ആശിച്ചു. ഈശ്വര, തൻ്റെ ധർമ്മസങ്കടം എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? വിഷമിപ്പിക്കാൻ ചോദിച്ചതല്ല മായ. ഇത്രയൊക്കെ മതിയില്ലേ? ആശിച്ചതൊക്കെ നേടിയെടുക്കുവാനുള്ള യോഗം ഈ അബുവിന് ഒരിക്കലും ഉണ്ടാവില്ലെന്നറിയാം. സ്വയം പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന മട്ട്. കുറ്റബോധത്തിൻ്റെ പിടിയിൽപ്പെട്ടു പോവുകയാണ് തൻ്റെ മനസ്സെന്ന് തോന്നി. മുൻപൊരിക്കലും ഈ വിധത്തിലുള്ള ഒരു സംസാര രീതി ഉണ്ടായിട്ടില്ല. അന്ന് ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നോർത്തു. ഭാവിയെപ്പറ്റിയുള്ള ഉത്കണ്ഠ ഒരു വലിയ ചോദ്യചിഹ്നമായി മുന്നിൽ ഉയർന്നു നിന്നിരുന്ന നാൾ.
എല്ലാറ്റിനെയും അതിജീവിച്ചുവെന്ന ആത്മവിശ്വാസം ആ വാക്കുകളിലുണ്ടിപ്പോൾ. തന്റെ പ്രാർത്ഥനയും ഈശ്വരൻ കേട്ടിരിക്കുന്നു. മായയെ ഞാൻ വേദനിപ്പിക്കുകയാണില്ലേ? ആ ചോദ്യം കേട്ട് നിറകണ്ണുകളോടെ തലയുയർത്തി. വിതുമ്പി വന്ന സങ്കടം കടിച്ചമർത്തി നിൽക്കുമ്പോൾ ഉള്ളിൽ ഒരേ ഒരു ചിന്തയെ എഴുന്നു നിന്നിരുന്നുള്ളൂ. തന്നെ പ്രതി ഒരായുഷ്കാലം പാഴിലായി പോവുകയാണ്. സ്വയം അറിഞ്ഞുകൊണ്ട് അനുവദിക്കാൻ വയ്യ. ഉള്ളിൽ ധൈര്യം സംഭരിക്കുകയായിരുന്നു. ഒരു വിവാഹം കഴിച്ചുകൂടെ ഇനി? അധികം വൈകിട്ടൊന്നുമില്ലല്ലോ. മനസ്സിന്റെ വിങ്ങൽ വാക്കുകളിൽ പുരളാതിരിക്കാൻ കഴിയുന്നതും ശ്രമിച്ചു. ആ മുഖത്തേക്ക് നോക്കിയതുമില്ല. മറുപടി ഉണ്ടായത് ഒരുപാട് സമയം കഴിഞ്ഞാണ്. പണ്ട് ആഗ്രഹങ്ങളൊക്കെ മുളയിലേ നുള്ളിക്കളയുമായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ മാത്രമായി ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. വീണ്ടും തനിക്കാണ് ഉത്തരം മുട്ടുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് അറിയാം. ആദ്യമായി പതിഞ്ഞുപോയ ഒരു മുഖം ഇപ്പോഴും മനസ്സിലുണ്ട്. കഴിഞ്ഞ 7 വർഷമായി ഈ മുറിയിലിരുന്ന് ആ മുഖം മായ്ച്ചു കളയാൻ ശ്രമിക്കുകയായിരുന്നു. കഴിയുന്നില്ല. കണ്ണുകളിൽ നിന്നും സ്വയം അറിയാതെ മിഴിനീർ ഇറ്റി വീഴുന്നതറിഞ്ഞു. എന്റെ സങ്കടം ആർക്കും മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വരാ. എങ്ങനാ ഞാനതൊക്കെ പറഞ്ഞു ഫലിപ്പിക്കേണ്ടതെന്നും എനിക്കറിയില്ല. തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുകയാണ് ഞാനിപ്പോഴും. ഒരു താങ്ങിന് പോലും. പറഞ്ഞു വന്നപ്പോഴേക്കും തേങ്ങിപ്പോയി. മായ. വിളിയോടൊപ്പം ഇരുന്നിടത്ത് നിന്നും ആൾ എഴുന്നേറ്റതാണ്. മുറിയിലേക്ക് കടന്നു വന്ന അയ്യൂബ് ഇരുവരെയും മാറി മാറി നോക്കി ഒട്ടുനേരം നിശ്ചലം നിന്നു. വേഗം സാരി തലപ്പെടുത്ത് കണ്ണുകളൊപ്പി. ടീച്ചർ എന്റെ അറയിലേക്ക് വന്നോളൂ. ഇവിടെ ഇക്കാക്കാനെ കാണാൻ പള്ളിയിൽ ആള് വന്നിരിക്കുന്നു. സംഭാവനയ്ക്കോ മറ്റോ ആണ്. മൗനമായി യാത്ര ചോദിച്ചാണ് അയ്യൂബിനെ പിന്തുടർന്നത്. സാരി തലപ്പെടുത്ത് മുഖം വീണ്ടും വീണ്ടും അമർത്തി തുടയ്ക്കുമ്പോൾ കേട്ട വാക്കുകൾ ഓരോന്നും മനസ്സിൽ കിടന്ന് കുത്തിപ്പിരിഞ്ഞുകൊണ്ടിരുന്നു. വരാന്തയിൽ കടന്നു വേണം അയ്യൂബിന്റെ മുറിയിലേക്ക് ചെല്ലാൻ. ഫൗസിയ അവിടെ ഉണ്ടാവുമെന്ന് കരുതി. അകം ശൂന്യമായിരുന്നു. ടീച്ചറിന് ഇന്ന് തന്നെ മടങ്ങണമെന്നുണ്ടോ? ഇരിക്കാൻ കസേര വലിച്ചിട്ട് തരുന്നതിനിടയിൽ അയ്യൂബിൽ നിന്നും ചോദ്യമുണ്ടായി. പോകണം അയ്യൂബ്. രാവിലെ എത്തുമെന്ന് വീട്ടിൽ പറഞ്ഞിട്ടാണ് പോന്നത്. അത് ഇവിടുന്ന് മടങ്ങുന്നവരോട് പറഞ്ഞയച്ചാൽ പോരെ? 2 ദിവസം കഴിഞ്ഞു പോകാൻ ടീച്ചർ. എന്താണ് പറയുക എന്നറിയാതെ കുഴങ്ങി. സത്യം പറഞ്ഞാൽ ഏറ്റവും അടുത്ത ഒരാൾ മടങ്ങി വന്ന തോന്നലാണിപ്പോൾ എനിക്ക്. ഇന്ന് പോകാനിരുന്നതാണ് ഞാനും ഫൗസിയയും. ടീച്ചർ വന്നതുകൊണ്ട് മടക്കം പിന്നീടാകാമെന്ന് വെച്ചു. ഇല്ല അയ്യൂബ്, എനിക്ക് ഇന്ന് തന്നെ പോയേ തീരൂ. പഴയതുപോലെയല്ല ഈ വരവും പോക്കും. ഒപ്പം ചെല്ലാതിരുന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പിന്നീടുണ്ടാകും. ഒരു പെണ്ണായി പോയതുകൊണ്ടുള്ള പരിമിതികളാണ് ഏറെ. അല്ലാതെ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. മനസ്സിലാവുന്നുണ്ട് ടീച്ചർ. തന്റെ ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാണ്. സാരമില്ല. ഇനിയൊരിക്കലാകട്ടെ ശ്യാമിനെയോ സുമയെയോ കൂട്ടി ഞാൻ വരാം. അത് ചോദിക്കാൻ മറന്നു. സുമ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? പഠിത്തമൊക്കെ കഴിഞ്ഞു. BA വരെ പോയി. ജോലിക്കുള്ള ശ്രമത്തിലാണ്. PSC ടെസ്റ്റൊക്കെ എഴുതുന്നുണ്ട്. മാരേജ് ഒന്നും? ശ്യാമിന്റെ പഠിത്തം കഴിയണം. ആലോചനയൊക്കെ അപ്പോ മതിയെന്ന് വെച്ചു. ഉള്ളിലെ കണക്കുകൂട്ടൽ പറഞ്ഞു പോയതാണ്. പട്ടപൂജ്യത്തിൽ നിന്നാണ് സുമയുടെ കല്യാണകാര്യം തുടങ്ങേണ്ടതെന്നും ഓർത്തു. BEdനോ TTCക്കോ പറഞ്ഞയക്കാത്തതെന്ത്? നമ്മുടെ സ്കൂളില് ജോലി കൊടുക്കാമായിരുന്നില്ലേ? ആലോചിക്കാഞ്ഞിട്ടല്ല അയ്യൂബ്. വീണ്ടും ജോലിക്കാര്യം പറഞ്ഞ് ഇവിടുള്ളവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. ടീച്ചറിന് വേണ്ടി എന്ത് ചെയ്താലും അതൊരു ബുദ്ധിമുട്ടായി ഇവിടുള്ളവർക്ക് തോന്നില്ലല്ലോ. അതെന്താ മനസ്സിലാക്കാത്തത്? വെറുതെ ചിരിച്ചെന്ന് വരുത്തുകയായിരുന്നു താൻ. ഈ വർഷം അപ്ലൈ ചെയ്യാൻ പറയേ BEdന്. ജോലിയുടെ കാര്യത്തിൽ ഉറപ്പു തരുന്നു. സ്കൂൾ അപ്ഗ്രേഡ് ചെയ്തോ? ആകാംക്ഷയായിരുന്നു ഉള്ളിൽ. എപ്പോഴേ? കഴിഞ്ഞ വർഷം ഹൈസ്കൂളായി. ഇപ്പോൾ 9ാം സ്റ്റാൻഡേർഡ് വരെ ഡിവിഷൻ എത്തിയിട്ടുണ്ട്. ഞാൻ ശ്രമിച്ചു വാങ്ങിയതാണ്. ഇക്കാക്കയ്ക്ക് ഒന്നിലും താല്പര്യമില്ലാത്ത മട്ടിലായിരുന്നു സംസാരം. അബുവിൽ ചെന്നെത്തുമ്പോഴേക്കും അവൻ മോഹനാകുന്നത് കണ്ടു. സ്വന്തം കൈവിരലുകൾ നോക്കിയിരിക്കുമ്പോൾ സുമയ്ക്ക് എങ്ങനെയെങ്കിലും BEdന് ഒരു സീറ്റ് തരപ്പെടുത്തിയെടുക്കുന്നതിനെ കുറിച്ചായിരുന്നു ചിന്ത. ശ്യാം ഏത് കോളേജിലാണ്? ഓർക്കാപ്പുറത്തായിരുന്നു ആ ചോദ്യം. കോളേജിന്റെ പേര് പറഞ്ഞു. ഹോസ്റ്റലിൽ തന്നെയാണോ? ഉവ്. ഞാനും ഫൗസിയയും ഒരാഴ്ചക്കാലം അതിനടുത്തൊരു ഫ്രണ്ടിന്റെ വീട്ടിലുണ്ടായിരുന്നു. മാരേജ് രജിസ്റ്റർ ചെയ്തത് അവിടെ വെച്ചാണ്. ശരിക്ക് പറഞ്ഞാൽ ഒരു ഒളിച്ചു താമസം. എന്നിട്ട് ഇപ്പോഴെങ്ങനെ അതിന്റെ വീട്ടുകാരുമായി? എന്നെ അംഗീകരിക്കാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു ആദ്യം. ഭ്രാന്തന്മാരുടെ കുടുംബമാണെന്നാണല്ലോ പുറത്തെ കേൾവി. ഹസനിക്ക ജീവിച്ചിരിപ്പുമുണ്ട് അന്ന്. അബൂക്കയാണെങ്കിൽ ഇങ്ങനെയും.
ഞാൻ ഇക്കമാരുടെ വഴിയെ പോകുമെന്നും പറഞ്ഞ് ഫൗസിയയെ വീട്ടുകാർ പിന്തിരിപ്പിക്കാൻ നോക്കി. ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നേലും അവർ സഹിച്ചേനെ എന്ന് പറഞ്ഞ് അവളെ വീട്ടുതടങ്കലിലിട്ടു. ഉമ്മയും ഡോക്ടറാണ്. അവർ ഹോസ്പിറ്റലിൽ പോകാതെ മോൾക്ക് കാവലിരുന്നു. ഇറക്കിക്കൊണ്ടുവരാൻ പെട്ട പാട് ചില്ലറയൊന്നുമല്ല. സത്യം പറഞ്ഞാൽ ഫൗസിയ കാട്ടിയ തന്റേടമാണ് എനിക്ക് ധൈര്യം തന്നത്. കൂട്ടുകാരും ഒന്നടങ്കം എന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് ആൾക്കാർ അബൂക്കയെ കുറെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. മുന്നറിയിപ്പ് കൊടുത്തിരുന്നത് കൊണ്ട് ആൾക്ക് കുലുക്കമൊന്നും ഉണ്ടായില്ല. ഇക്കാടെ നിർബന്ധം കൊണ്ടാണ് കോഴിക്കോട് തന്നെ സെറ്റിൽ ചെയ്യാമെന്ന് വെച്ചത്. വലിയ ഒരു വീടാണ് വാങ്ങിയിരിക്കുന്നത്. ഇക്കാനെയും കൂടി കൊണ്ടുപോകണമെന്നുണ്ട് അവിടേക്ക്. വരാൻ കൂട്ടാക്കേണ്ടേ? ഈ ചുറ്റുപാടുകളിൽ നിന്ന് കൊണ്ടുപോവുകയാണ് നല്ലത്. ഒരു പിടിവള്ളി കിട്ടുകയായിരുന്നു തനിക്കും. ഞാൻ മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ ടീച്ചർ. ഈ വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് പണ്ടേ ഉള്ളിൽ തോന്നി തുടങ്ങിയിട്ടുള്ളതാണ്. ഇക്കാനെയും ഇവിടുന്ന് കൊണ്ടുപോകണം. പക്ഷേ വരേണ്ടേ ആൾ? തന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടായിരുന്നു അയ്യൂബ് ആ ചോദ്യം എറിഞ്ഞത്. അസാധാരണമായ എന്തോ ഒന്ന് ആ നോട്ടത്തിലുണ്ടെന്നറിഞ്ഞു. അവനെ നേരിടാനാകുന്നില്ല. കണ്ണുകൾ പിൻവലിച്ച് പുറത്തേക്ക് ദൃഷ്ടി വായിക്കുമ്പോൾ മനസ്സാകെ വിക്ഷുബ്ധമാണെന്ന് തോന്നി. അധ്യായം 35. ചേതനയാകി മരവിച്ചു പോയ സ്വന്തം ശരീരവും പേറിക്കൊണ്ടാണ് മടക്കയാത്ര തുടങ്ങിയത്. മനസ്സിന്റെ പിടിവിട്ടു പോയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. പലവരും മിഴികളടച്ച് ഉറങ്ങാൻ ശ്രമിച്ചു നോക്കി. കഴിയുന്നില്ല. തികഞ്ഞ നിശബ്ദതയാണ് ചുറ്റിനും. ബസിന്റെ ഇരമ്പൽ ഒരു താരാട്ടുപാട്ടിന്റെ താളമായി മറ്റുള്ളവരെ തഴുകി ഉറക്കുന്നു. ഉറങ്ങാത്ത ഒരേയൊരാൾ താൻ മാത്രമാണെന്നറിഞ്ഞു. കണ്ണുകൾ ഇറുക്കെ പൂട്ടി ഒന്ന് മയങ്ങാൻ ശ്രമിക്കുമ്പോഴേക്കും ആ വാക്കുകൾ ചെവിയിൽ മുഴങ്ങുന്നു. ആശിച്ചതൊക്കെ നേടിയെടുക്കാനുള്ള യോഗം ഈ അബുവിനില്ല. കുറ്റബോധത്തിന്റെ പിടിയിൽപ്പെട്ട് ഉഴലുകയാണ് മനസ്സിപ്പോൾ. ഒന്നും വേണ്ടിയിരുന്നില്ല. മോഹങ്ങളൊക്കെ തുടക്കത്തിലെ നുള്ളിക്കളയാമായിരുന്നു. സ്വന്തം സ്വപ്നങ്ങളെ, പ്രത്യാശകളെ ശാസിച്ചു നിർത്താമായിരുന്നു. ഒരിക്കലും ആ മനസ്സിന് ആശ കൊടുക്കരുതായിരുന്നു. നിസ്സഹായതാബോധം ഹൃദയത്തെ വല്ലാതെ ഞെരിച്ചമർത്തുന്നു. യാത്ര പറയാൻ ചെന്ന രംഗമാണ് കൺമുന്നിൽ. പോവാറായി ഇല്ലേ? വാക്കുകൾക്ക് വേണ്ടി താൻ തപ്പിത്തടയുമ്പോൾ ചോദ്യമുണ്ടായി. ഉവ്. വന്ന ബസ്സിലെ ആൾക്കാർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാവും. വൈകിക്കണ്ട. അടഞ്ഞു പോയിരുന്നു ആ സ്വരം. പിന്നെയും എന്തോ പറയാൻ താൻ നിശ്ചലം നിന്നുപോയി. യാത്ര പറയേണ്ട. ഒരു വിടവാങ്ങലിന് നമ്മുടെ ഇടയിൽ പ്രസക്തിയില്ല മായ. വീണ്ടും അവിടെ നിന്നുപോയാൽ താൻ വിങ്ങി പൊട്ടിപ്പോയേക്കുമെന്ന് ഭയന്നു. താഴെ അയ്യൂബും ഫൗസിയും കാത്തു നിൽക്കുകയാണ്. തന്നെ ബസ്സിനടുത്ത് കൊണ്ടുവിട്ടിട്ട് വേണം അവർക്ക് കോഴിക്കോട്ടേക്ക് യാത്ര തിരിക്കാൻ. നിശബ്ദം തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ വിളിയുണ്ടായി. മായ. പിടിച്ചു നിർത്തിയതുപോലെ കാലുകൾ നിശ്ചലമായി. ജനാലയ്ക്കൽ തന്നെ നിൽക്കുകയാണ് ആളിപ്പോഴും. മുന്നോട്ട് വരുമെന്നും പോവരുതെന്ന് പറഞ്ഞ് തന്നെ തടയുമെന്നുമൊക്കെ വെറുതെയെങ്കിലും ആശിച്ചു. എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. സ്വാർത്ഥത കൊണ്ടാണെന്ന് കൂട്ടിക്കോളൂ. വാക്കുകൾ ഇടറുന്നതറിഞ്ഞു. മിഴികളിലെ നനവിന്റെ പാട് കാരണം ആ മുഖം അവ്യക്തമാണ്. ഒന്നുകൂടിയുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും സഹായം. പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാനാവുന്നില്ല. സുമയുടെ ജോലിക്കാര്യം. ഉച്ചയ്ക്ക് ഒന്നിച്ച് ഊണ് കഴിക്കാനിരിക്കുമ്പോൾ അയ്യൂബ് തന്നെ പറഞ്ഞറിഞ്ഞിട്ടുണ്ട്. ഇനിയും തന്റെ ഇല്ലായ്മകളെക്കുറിച്ച് വിശദീകരിച്ച് ബുദ്ധിമുട്ടിക്കാനോ വയ്യ. ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല. മായ ഇപ്പോഴും ഒരന്യനായാണ് അബുവിനെ കാണുന്നത്. ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോൾ ഒരു താങ്ങായി ഒപ്പം നിൽക്കാനെങ്കിലും അനുവദിച്ചുകൂടെ? ഇപ്പോ അങ്ങനെയൊന്നുമില്ല. ഹൃദയ നൈർമല്യം ആദ്യമായല്ല അറിയുന്നത് തന്നെ. എന്നിട്ടും ആത്മാഭിമാനം കൈവിടാൻ കഴിയുന്നില്ല. ചെന്നിട്ട് എഴുതണം. മനസ്സുണർന്ന നിമിഷങ്ങൾ. പ്രത്യാശയുടെ ആ കണ്ണുകളിലേക്ക് നോക്കി. മറുപടി വൈകിക്കില്ല. വശ്യമായ മന്ദഹാസം ചുണ്ടുകളിൽ വിരിഞ്ഞിരിക്കുന്നു. ഈശ്വര, വീണ്ടും ആ മനസ്സിൽ മോഹങ്ങൾ പൂവണിയുകയാണ്. താൻ കാരണം. അതേക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ നെഞ്ചിനകത്ത് ആരോ ഭാരം കയറ്റി വെച്ചതുപോലെ. സ്വന്തം ഭാഗതയും തന്റെ വരുതിയിലല്ലെന്നറിയാം. ഒഴുക്കിനൊത്താണ് ഇതുവരെ നീന്തിയിരുന്നത്. ഇനി അത് മുറിച്ച് നീന്താനുള്ള ധൈര്യമില്ല. മായയോട് പൊറുക്ക്. ഒരു മന്ത്രണം പോലെ നാവ് ഉരുവിട്ടുകൊണ്ടിരുന്നു. ഒരു നീണ്ട യാത്രയുടെ ക്ഷീണവും ഉറക്കച്ചടവുമായി രാവിലെ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ വഴിക്കണ്ണുമായി വരാന്തയിൽ കാത്തിരിക്കുകയായിരുന്നു സുമ. ചേച്ചിക്ക് എന്താ പറ്റിയത്?
ഊണും ഉറക്കവും ഒന്നും ശരിയായില്ലേ? എയർ ബാഗ് കയ്യിൽ നിന്നും വാങ്ങുന്നതിനിടയിൽ ചോദ്യമുണ്ടായി. നല്ല ക്ഷീണം തോന്നുന്നു. നന്നായിട്ടൊന്ന് ഉറങ്ങിയാലേ ശരിയാവുള്ളൂ. ചേച്ചി വരാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. രശ്മിയുടെ കുഞ്ഞിന്റെ ചരടുകെട്ട് ഇന്നാണെന്നുള്ള കാര്യം മറന്നോ? ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോയിരുന്നു അത്. ചിറ്റ ഒരാഴ്ച മുമ്പേ വന്ന് ക്ഷണിച്ചതാണ്. ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു ഗിഫ്റ്റ് പാക്കറ്റ് താൻ വാങ്ങിയിരുന്നു. വയ്യ സുമേ, നിങ്ങൾ പൊയ്ക്കോളൂ. ചിറ്റയോട് പറയ തീരെ വയ്യ എനിക്കെന്ന്. ഞാൻ എപ്പോഴേ പറഞ്ഞതാ ഇത്രയും ദൂരമൊന്നും ചേച്ചി പോവണ്ടെന്ന്. പഴയ പോലല്ലല്ലോ ചേച്ചി. 2 ദിവസം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയാവും വലച്ചത്. സാരമില്ല, പോയതുകൊണ്ട് പ്രയോജനമുണ്ട്. നിനക്കൊരു ജോലി ശരിയാക്കാൻ കഴിഞ്ഞു. നേരോ ചേച്ചി? അവൾ ആകാംക്ഷയോടെ തനിക്ക് നേരെ തിരിഞ്ഞു. ഇപ്പോഴല്ല, B.Ed എടുക്കണം. വെറ്റിലപ്പറമ്പുകാരുടെ സ്കൂൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. വെറുതെ നിൽക്കാതെ B.Edന് പോകാതിരുന്നത് കഷ്ടമായി പോയി. ഇല്ലെങ്കിൽ അടുത്ത സ്കൂൾ വർഷം തന്നെ കയറാമായിരുന്നു. നിരാശ മുഖത്ത് ചേക്കേറിയിരിക്കുന്നു. വിഷമിക്കേണ്ട സുമേ, 1 വർഷം ദാ പറയുന്നതിനിടയ്ക്ക് കടന്നു പോകും. എന്തായാലും ജോലി ഉറപ്പായില്ലേ? നന്നായി പഠിച്ചാൽ മതി. പൈസയൊന്നും ഒട്ടും കൊടുക്കേണ്ടി വരില്ലേ ചേച്ചി? അവൾക്ക് എന്നിട്ടും താൻ പറഞ്ഞത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്ന് തോന്നി. ഇല്ല. ഒറ്റ വാക്കിൽ മറുപടി ഒതുക്കി അകത്തേക്ക് കടന്നു. കൂടുതൽ സംസാരിക്കാനാകുന്നില്ല. ചുട്ടുനീറുകയാണ് ഉള്ളം. വീടിനകം വിജനമാണെന്ന് അപ്പോഴാണ് അറിഞ്ഞത്. ദേവിയും മക്കളും? അവരൊക്കെ? സുമയുടെ മുഖം കറുത്തത് പൊടുന്നനെയാണ്. ചിറ്റിയുടെ വീട്ടിലേക്ക് വെളുപ്പിന് പോയി. വിനയേട്ടന്റെ കാറില്. ചേച്ചി വരട്ടെ എന്ന് പറഞ്ഞിട്ട് കേട്ടതൊന്നുമില്ല. തനിച്ചിരിക്കാതെ നിനക്കും കൂടെ പോകാമായിരുന്നില്ലേ? അതിനെന്നെ വിളിച്ചിട്ട് വേണ്ടേ? വിനയേട്ടൻ ചേച്ചി വന്നിട്ട് ഒന്നിച്ചു പൊയ്ക്കൊള്ളാൻ പറഞ്ഞിട്ടും ദേവി ചേച്ചി കൂട്ടാക്കിയില്ല. കാറിൽ അങ്ങോട്ട് വിട്ടേക്കാൻ നിർബന്ധം പിടിച്ചു. വണ്ടി സ്വന്തമല്ലെങ്കിലും രാത്രി വീട്ടുമുറ്റത്ത് കൊണ്ടിടുകയായിരുന്നു പതിവ്. കള്ളവും ചതിയും ഒന്നും അറിയില്ലാത്തത് കൊണ്ട് വിനയനെ വിശ്വാസവുമാണ് കാറുടമയ്ക്ക്. ഇനി നീ തനിച്ചു പോകണ്ടേ സുമേ? സാരമില്ല. തനിക്ക് പ്രാതൽ എടുത്ത് വെച്ച് തന്ന് അവൾ വേഗം ഒരുങ്ങിയിറങ്ങി. ചേച്ചി ഉറങ്ങിക്കോളൂ, ഊണ് ഞാൻ എടുത്തോണ്ട് വരുന്നുണ്ട്. വേലി കടന്ന് അവൾ റോഡിലേക്ക് ഇറങ്ങി നടക്കുന്നത് നോക്കിയിരിക്കുമ്പോൾ മനസ്സിൽ മറ്റൊന്നായിരുന്നു. സുമയേക്കാൾ 6-7 മാസത്തിന് ഇളയതാണ് രശ്മി. വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. കല്യാണക്കാര്യം പറയാൻ വരുമ്പോൾ ചിറ്റിയുടെ മുഖത്ത് വിവർണത പടർന്നു കിടന്നിരുന്നതോർത്തു. താൻ തനിച്ച് വിചാരിച്ചാൽ എന്ത് ചെയ്യാനാ മോളെ? നിങ്ങളെ 2 പേരെയും കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ തീയാണ്. സാരമില്ല ചിറ്റി, ഓരോരുത്തർക്കും ഓരോന്ന് ഈശ്വരൻ കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലല്ലേ നടക്കൂ. എന്നാലും കുട്ടി, നിന്റെ ഒരു യോഗം. അനിയത്തിയും ഭർത്താവും കൺമുന്നിൽ ജീവിക്കുന്നതും കണ്ടുകൊണ്ട് ഒറ്റത്തടിയായി ഇങ്ങനെ. വാക്കുകൾ അർത്ഥോക്തിയിൽ നിർത്തി അവർ മൂക്കു പിഴിഞ്ഞു. ആത്മാർത്ഥമായ ദുഃഖമാണ് അതെന്നറിയാം. കൂടപ്പിറപ്പിന്റെ മക്കളെക്കുറിച്ച് പരിതപിക്കാൻ അവർ മാത്രമേ ഇപ്പോഴുള്ളതാനും. ദേവിയുടെ കല്യാണം കഴിഞ്ഞതിൽ പിന്നെ വലിയമ്മാവൻ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചിരുന്നു. പലയിടത്തും വെച്ച് കാണേണ്ടി വന്നിട്ടും കാണാത്ത മട്ടിൽ നടന്നകലുന്നത് കണ്ട് മനസ്സ് നൊന്തിട്ടുണ്ട്. ഒരുപാട് പ്രാരാബ്ദങ്ങളുടെ ഇടയിൽ നിന്നും കുഞ്ഞമ്മാവൻ വല്ലപ്പോഴും ബന്ധം പുതുക്കാനായി കടന്നുവരും. ആകെയുള്ള ഒരടുപ്പം ഇപ്പോൾ ചിറ്റയോട് മാത്രമായിരിക്കുന്നു. ഭർത്താവ് എതിര് നിന്നിട്ടും രക്തബന്ധത്തിന്റെ വേരുകൾ അറുത്തുമുറിച്ചു കളയാൻ അവർക്കായില്ല. ദേവിയോട് കുറച്ചുനാൾ പിണക്കം കാണിച്ചുവെങ്കിലും ആദ്യ പ്രസവത്തിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തുവെന്നറിഞ്ഞ് ഓടിയെത്തിയ ഒരേയൊരു ബന്ധവും ചിറ്റ തന്നെയായിരുന്നുവെന്നോർത്തു. ബന്ധങ്ങളുടെ ആ ഇഴയടുപ്പമൊക്കെ മറന്നാണ് മായ പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ആശ വെക്കുന്നത്. അതേക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഉള്ളിൽ നിന്ന് ഒരാന്തലുണ്ടാകുന്നു. ഒന്നുറങ്ങാനായി തലചായ്ച്ചു നോക്കി. തിരിഞ്ഞും മറിഞ്ഞും കിടന്നതല്ലാതെ മനസ്സിന്റെ സ്വസ്ഥത മടങ്ങി വന്നിരുന്നില്ല. കണ്ണുകൾ അടയ്ക്കുമ്പോൾ അയ്യൂബിന്റെ ചോദ്യമാണ് കാതിനരികിൽ. സുമയ്ക്ക് പോസ്റ്റിംഗ് ആവുമ്പോൾ ടീച്ചറിനും ഒരു ട്രാൻസ്ഫർ വാങ്ങി ഇവിടേക്ക് വന്നുകൂടെ? ജോലി കിട്ടുന്നിടത്തല്ലേ ശ്യാം ഇനി സെറ്റിൽ ചെയ്യുകയുള്ളൂ. എന്താണ് മറുപടി പറയേണ്ടതെന്നറിയാതെ ഇരുന്നുപോയി താൻ. കാറിനുള്ളിൽ നിശബ്ദത ചിറക് വിരിച്ചു നിന്നു. ആലോചിക്ക് ടീച്ചർ, ഞാൻ വെറുതെ ഒരു സജഷൻ പറഞ്ഞതാണ്. മായയ്ക്ക് ഒന്നിനുമാവില്ല, അതിനുള്ള ധൈര്യമില്ലെന്ന് പറയുകയാവും ശരി. വാക്കുകൾ മനസ്സിലിട്ട് തറ്റയൊഴുട്ടാനേ കഴിഞ്ഞുള്ളൂ. ബസ്സിനരികിൽ വന്നു നിന്ന് യാത്ര പറയുമ്പോൾ അയ്യൂബിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഞാൻ വരുന്നുണ്ട് ടീച്ചറിന്റെ നാട്ടിലേക്ക്. ഒടുവിൽ പറഞ്ഞു പിരിഞ്ഞ വാക്കുകൾ.
നെഞ്ചിനകം വിങ്ങുന്നത് കാരണം തനിക്ക് നാവനക്കാനും കഴിഞ്ഞില്ല. ഇപ്പോഴും ഹൃദയം വലിഞ്ഞു മുറുകി നിൽക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഉള്ളിലെ വീർപ്പുമുട്ടലിന് ഒരയവും ഉണ്ടായില്ല. ഉത്തരമില്ലാതെ അനവധി ചോദ്യങ്ങൾ ഉള്ളിൽ കിടന്ന് വഴിമുട്ടി തിരിഞ്ഞുകൊണ്ടിരുന്നു. നിരുന്മേഷം സദാ മനസ്സിനെ പിടികൂടി. ഈ മായയ്ക്ക് എന്താ പറ്റിയത്? സ്കൂളിൽ വെച്ച് ചോദ്യങ്ങളെ നേരിടേണ്ടി വന്നു. ചേച്ചി എന്താ ഭക്ഷണം കഴിക്കാത്തെ? അസുഖം എന്തെങ്കിലും ഉണ്ടോ? സുമയും ചോദിക്കാതിരുന്നില്ല. ഒന്നുമില്ലെന്ന് പറഞ്ഞൊഴുകിയായിരുന്നു താൻ. ആരോടാണ് തന്റെ സങ്കടം പറയേണ്ടതെന്നറിയാതെ മനസ്സ് ഉഴറുകയാണ്. ഒന്ന് കരഞ്ഞ് ഉള്ളിലെ വ്യഥ പുറത്തേക്കൊഴുകിക്കളയാൻ പോലും ആവുന്നില്ലല്ലോ ഈശ്വര. ശിരസ് പിളർക്കുന്ന വേദനയുമായാണ് വൈകുന്നേരം സ്കൂളിൽ നിന്നും മടങ്ങിയത്. കവലയിൽ ബസ് ഇറങ്ങുമ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നും 2 ഗുളികകൾ വാങ്ങി ബാഗിലിട്ടു. വീട്ടിൽ ചെന്ന് കയറിയ പാടെ അതിലൊന്ന് വിഴുങ്ങുകയായിരുന്നു. ഉറങ്ങി എഴുന്നേൽക്കുന്നതിനിടയിൽ തലവേദന പമ്പ കിടക്കുമെന്ന് കരുതി. രാത്രി കണ്ണു തുറക്കുമ്പോൾ ശരീരമാകെ കുളിരുന്നുണ്ടെന്നറിഞ്ഞു. ശിരസിലെ വേദന സന്ധികളിലേക്ക് പടർന്നിരിക്കുന്നു. എഴുന്നേറ്റിരിക്കാൻ പോലും ആയില്ല. നല്ല പനിയുണ്ടല്ലോ ചേച്ചി, നെറുകയിൽ കൈവച്ച സുമ പറഞ്ഞു. ഞാൻ ഇത്തിരി കുരുമുളക് കാപ്പി ഇട്ടോണ്ട് വരാം. എനിക്കൊന്നും വേണ്ട സുമേ, അവളെ തടയാൻ നോക്കി. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. സുമ ധൃതിയിൽ അടുക്കളയിലേക്ക് പോയി. വിവരമറിഞ്ഞ ദേവിയും വിനയനും വാതിൽക്കൽ വന്നു നിന്നു. ആശുപത്രിയിൽ പോകുന്നതാ നല്ലത്. ഇപ്പോഴത്തെ പനി സൂക്ഷിക്കണം. ദേവിയുടെ നിർദ്ദേശം. ചേച്ചി എഴുന്നേൽക്ക്, നമുക്ക് കാറിൽ പോയിട്ട് വരാം, വിനയൻ പറഞ്ഞു. രാവിലെ ആകട്ടെ, മാറിയില്ലെങ്കിൽ പോകാം. സുമ തിളപ്പിച്ചു കൊണ്ടുവന്ന കുരുമുളക് വെള്ളം വാങ്ങി കുടിച്ചു. എപ്പോഴോ കൊണ്ടുവന്ന കഞ്ഞിയും കുടിച്ചെന്ന് വരുത്തി. മയക്കത്തിനും ഉണർവിനും ഇടയ്ക്കായിരുന്നു പിന്നീട്. അസ്ഥികൾ പോലും കുളിർന്നു വിറയ്ക്കുന്നു. പനിയുടെ ചൂടിൽ സ്വയം അറിയാതെ ഞരങ്ങി തുടങ്ങിയതും ഓർമ്മയുണ്ട്. എന്റെ കുട്ടികളെ നോക്കിക്കോണേ മായ. മൂപ്പരുടെ കണ്ണിൽ പെടണ്ട. സൈനബു മുനീറിനെയും താരിഖിനെയും തന്റെ മടിയിൽ ഇരുത്തി തന്നു. സൈനബു പോയിക്കോളൂ, ഞാൻ നോക്കിക്കോളാം, ഉറപ്പു കൊടുത്തു. നടന്നു മറയുകയാണ് സൈനബു. പെട്ടെന്ന് അവൾ തിരിഞ്ഞു വന്നു. ഇപ്പോൾ ഹസനിക്കയുടെ രൂപമാണ് അവൾക്ക്. എഴുന്നേറ്റ് ഓടണമെന്നുണ്ട്, കഴിയുന്നില്ല. സർവാംഗവും വേറിട്ടതുപോലെ ശരീരം തളർന്നു പോയിരിക്കുന്നു. മടിയിലിരുന്ന കുട്ടികളെ ബലം പ്രയോഗിച്ച് വലിച്ചെടുക്കുകയാണ് ഹസനിക്ക. തടയാൻ ശ്രമിച്ചു നോക്കി. എല്ലാം വ്യഥാവിലാവുകയായിരുന്നു. ഇരു കൈകളിലും കുട്ടികളെ തൂക്കിയെടുത്ത് നടന്നു മറയുകയാണ് ആ രാക്ഷസ രൂപം. അലറി വിളിക്കാൻ നോക്കി. എത്ര പണിപ്പെട്ടിട്ടും ഒച്ച പൊങ്ങുന്നില്ല. തന്നെ നോക്കി കൈനീട്ടി കരയുകയാണ് മുനീറും താരിഖും. ഈശ്വര, സൈനബുവിനോട് താൻ എന്തു പറയും? ആരോ കിടക്കയിലേക്ക് പിടിച്ചു കിടത്തുന്നു. എന്റെ ചേച്ചിക്ക് എന്താ പറ്റിയത്? സുമ കരയുന്നു. ശിരസിന് ചുറ്റും മഞ്ഞുകട്ടയുടെ കുളിർമയുണ്ടെന്നറിഞ്ഞു. അയ്യോ ബേട്ടാ, ഇത്രയും ദിവസമായിട്ടും ചേച്ചിയുടെ പനി മാറാത്തതെന്താ? ശ്യാമിന്റെ സ്വരം. ടീച്ചർ. ആരുടെയോ വിരലുകൾ കൈത്തണ്ടയിൽ സ്പർശിക്കുന്നു. അയ്യൂബാണെന്ന് സ്വരം കൊണ്ടറിഞ്ഞു. അവൻ ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ടാവില്ല. 3-4 ദിവസമായി ഇതാണ് പടുതി. ബോധമൊന്നുമില്ലാതെ പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ടിരിക്കും. ദേവിയാണത്. താൻ എവിടെയാണെന്ന് ഒരെത്തുപിടിയും കിട്ടുന്നില്ല. ഈശ്വര, മയക്കത്തിലേക്ക് ആണ്ടു പോവുകയാണ് വീണ്ടും. കല്ലും മുള്ളും ചവിട്ടിക്കൊണ്ടുള്ള നടപ്പ് തുടങ്ങിയിട്ട് ദിവസങ്ങളാകുന്നു. ഇരുട്ട് മൂടിക്കിടക്കുന്ന വഴിത്താരയ്ക്ക് ഒരവസാനവും ഉണ്ടാകുന്നില്ല. വെറ്റിലപ്പറമ്പിന്റെ പടിപ്പുര കാണാതെ മനസ്സാകെ ഉഴറുകയാണ്. ഉള്ളിൽ പ്രതികാര വാഞ്ചയില്ല ഇപ്പോൾ. ആഗ്രഹത്തോടെ തനിക്കരികിലേക്ക് വരുന്ന ഒരു പുരുഷന്റെ വാക്കുകളാണ്. ആശിച്ചു പോയി ഒരുപാട്. ഇഷ്ടമല്ലെങ്കിൽ പുറത്തേക്ക്. ആ കാരണവർക്കിപ്പോൾ അബുവിന്റെ മുഖമാണ്. നമ്മുടെ ഇടയിൽ ഒരു വിടവാങ്ങലിന് പ്രസക്തിയില്ല മായ. കാരണവർ പറയുന്നു. ശരിയാണ്. താൻ മടങ്ങി വരുന്നത് ശപിക്കാനല്ല, ആ സാമീപ്യം കൊതിച്ചാണ്. യുഗങ്ങളായി വെറ്റിലപ്പറമ്പിലേക്കുള്ള ദൂരം താണ്ടുകയായിരുന്നു. വയ്യ ഇനി. കട്ട പിടിച്ച ഇരുട്ടാണ്. ചുറ്റിനും ഒരിറ്റു വെളിച്ചം. എവിടെ നിന്നെങ്കിലും. മായ. വീണ്ടും വിളിയൊച്ച. താൻ കേൾക്കാൻ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന സ്വരം. ചെവി വട്ടം പിടിച്ച് ശ്രദ്ധിച്ചു. ഒന്നും കാണാൻ കഴിയുന്നില്ല. കൂറ്റാക്കൂറ്റിരുട്ടിലാണ് താൻ. ഇക്കാക്ക, ഇതിനാണോ ഇവിടെ വരെ വിളിച്ചു വരുത്തിയത്? സമാധാനപ്പെട്ടേ പറ്റൂ, അയ്യൂബ് പറയുന്നു. പതിയെ ഉണരുകയാണ് ബോധതലം. അപ്സെറ്റ് ആകരുതിങ്ങനെ. ഇക്കാക്ക വിളിച്ചു നോക്ക്, ടീച്ചർ ഉണരും, എനിക്ക് ഉറപ്പുണ്ട്. അയ്യൂബിന്റെ വാക്കുകൾ വീണ്ടും. മായ. കാതിനരികിൽ വിങ്ങിപ്പൊട്ടുന്നത് മറ്റാരുമല്ല. ഒപ്പം ആ കൈവിരലുകളുടെ ചൂടുള്ള സ്പർശവും. വിഷമിക്കരുത്, എനിക്കൊന്നുമില്ലെന്ന് പറയണമെന്നുണ്ട്. പക്ഷേ ശബ്ദം പുറത്തേക്ക് വരുന്നില്ലെന്നറിഞ്ഞു. കണ്ണു മിഴിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പിന്നീട്
മൂടൽ മഞ്ഞിനുള്ളിൽ മുഖം അവ്യക്തമാണെങ്കിലും ആ സാമീപ്യം കുളിരലകൾ പോലെ തന്നെ പൊതിയുന്നതറിഞ്ഞു. ഇനിയൊരു വിടവാങ്ങൽ ഉണ്ടാവില്ല ഒരിക്കലും. മനസ്സ് അപ്പോഴും ഉരുവിട്ടുകൊണ്ടിരുന്നു. നോവൽ അവസാനിച്ചു.